നോട്ടം മാറ്റിക്കൊണ്ടുപോകുന്നൊരു വഴിയാണ് ഈഗോ എന്ന് പറയുന്നത്. ഈഗോ എന്ന് പറയുന്നത് എന്താണ്? അമിതമായ സ്വയം സ്നേഹമാണ്, അമിതമായ സ്വയം ന്യായീകരണമാണ്, അമിതമായി ഞാൻ മാത്രമാണ് ശരി എന്ന് പറയുന്നൊരു ചിന്താഗതിയാണ് ഈഗോ. ഞാൻ മാത്രം ശരി. അപ്പോൾ പിശാച് എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഈഗോ നമ്മുടെ കുടുംബങ്ങളിലേക്ക് കൊണ്ടുവരും. ഞാൻ മാത്രമാണ് ശരി, ഞാൻ മാത്രമാണ്, നീ തെറ്റാ. ഭർത്താവിനെ കുറിച്ച് പറയും ഞാൻ മാത്രമാണ് ശരി, താങ്കൾ തെറ്റാ. ഭാര്യനെ കുറിച്ച് പറയും ഞാൻ മാത്രമാണ് ശരി, താങ്കൾ തെറ്റാ. മക്കളെ കുറിച്ച് പറയും, മരുമോളെ കുറിച്ച് പറയും അവള് ശരിയല്ല, അവൻ ശരിയല്ല, ഞാൻ മാത്രമേ ശരി, എൻ്റെ വശം മാത്രമേ ശരിയുള്ളൂ. ശരി പറഞ്ഞ് ജീവിതം തീരുമെന്ന്. ചെറുതാകാതെ ജീവിച്ചേ ജീവിതം തീരും. അമ്മായിയമ്മയുടെ പ്രശ്നം ഞാനല്ല, അമ്മായിയപ്പനാ പ്രശ്നം ഞാനല്ല, അപ്പനാ പ്രശ്നം ഞാനല്ല, മോളാ പ്രശ്നം ഞാനല്ല. ഇങ്ങനെ മറ്റുള്ളവരിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്ത് സ്വയം തിരുത്താന്ന് ഒരിക്കലും തീരുമാനിക്കില്ല. നേരെ വിരൽ ചൂണ്ടുമ്പോൾ 3 വിരൽ എൻ്റെ നെഞ്ചത്തോട്ട് ഉണ്ടെന്നുള്ള ചിന്തയില്ലാണ്ടായി പോകും. ഞാൻ മാത്രമാണ് ശരി. അപ്പം അങ്ങനെ ഈഗോ ആയിട്ട് ജീവിച്ചു കഴിയുമ്പോൾ എന്ത് പറ്റും? ഭാര്യക്ക് കിട്ടേണ്ട സ്നേഹം കിട്ടൂല, ഭർത്താവിന് കിട്ടേണ്ട സ്നേഹം കിട്ടൂല, മക്കൾക്ക് കിട്ടേണ്ട സ്നേഹം കിട്ടൂല, മരുമോന് കിട്ടേണ്ട സ്നേഹം കിട്ടൂല. അങ്ങനെ ജീവിതം ഈഗോയിൽ അവസാനിക്കും. ഈഗോ ഒന്നും വേണ്ടട്ടോ, നമ്മുടെ ജീവിതമൊക്കെ പെട്ടെന്ന് തീരും കേട്ടോ. നിങ്ങൾ ആരോടെങ്കിലും തല്ലി പിടിച്ചിട്ടാണ് ഈ ധ്യാനകേന്ദ്രത്തിലേക്ക് വന്നേക്കുന്നതെന്ന് വിചാരിക്കുക. വേഗം രമ്യതപ്പെട്ടോളണം. എപ്പോഴാണ് എൻ്റെയും നിൻ്റെയും കാറ്റ് പോകണമെന്നൊന്നും പറയാൻ പറ്റൂല. അതുകൊണ്ട് ഈഗോ ഒക്കെ തള്ളി മാറ്റുക, എളിമപ്പെടുക.